ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റ്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റ് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 20 ഞായറാഴ്ച. ഉത്തരേന്ത്യയിലെ കൊടും തണുപ്പ് വകവയ്ക്കാതെ കർഷക പ്രക്ഷോഭം 25ാം ദിവസത്തേക്ക് പ്രവേശിച്ചിരിക്കെ ഭരണപക്ഷത്ത് നീരസങ്ങൾ പുകയുന്നു. കാർഷിക നിയമങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ന്യായീകരണങ്ങൾ തള്ളി ഹരിയാനയിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ബീരേന്ദ്ര സിംഗ് കർഷക സമരത്തിൽ പങ്കുചേർന്നു. ഇതിനു പുറമെ കർഷകരോടുള്ള സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് NDA സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയുടെ MP ഹനുമാൻ ബേനിവാൾ 3 പാർലമെന്ററി സമിതികളിൽ നിന്നും രാജിവെച്ചു. കർഷക പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ അപ്രതീക്ഷിതമായി ഗുരുദ്വാര സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റകാബ്ഗഞ്ച് സാഹിബ് ഗുരുദ്വാരയിൽ ആണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത്. ഗുരു തേജ് ബഹദൂറിന്റെ മൃതദേഹം സംസ്കരിച്ച സ്ഥലമാണ് റകാബ്ഗഞ്ച് സാഹിബ് ഗുരുദ്വാര. താൻ ഗുരുദ്വാരയിലെത്തി പ്രാർത്ഥന നടത്തിയ വിവരം പ്രധാനമന്ത്രി തന്നെയാണ് ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. കർഷക നിയമങ്ങൾക്കെതിരായ പ്രക്ഷോഭം ശക്തമായിരിക്കെ നിയമം പിൻവലിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെ ഗുരുദ്വാര സന്ദർശിച്ചതിനെ വിമർശിച്ച് സമരം ചെയ്യുന്ന കർഷകർ. തണുപ്പത്ത് കിടക്കുന്ന കർഷകരെ കാണാൻ മോദിക്ക് സമയമില്ലെന്നും ഗുരുദ്വാര സന്ദർശനം നാടകമാണെന്നും കർഷകർ പ്രതികരിച്ചു. നാടകമല്ല, നിയമങ്ങൾ പിൻവലിക്കുകയാണ് വേണ്ടതെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കൊച്ചിയിലെ ഷോപ്പിംഗ് മാളിൽ യുവനടിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികളുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. 2 പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞെന്നാണ് സൂചന. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ ഇർഷാദ്, ആദിൽ എന്നിവരാണ് കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയ ഷോപ്പിംഗ് മാളിൽ വെച്ച് യുവനടിയോട് അപമര്യാദയായി പെരുമാറിയത്. കഴിഞ്ഞ ദിവസം പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായത്. ശോഭാ സുരേന്ദ്രനെതിരെ BJP സംസ്ഥാന നേതൃത്വം. വ്യക്തമായ കാരണമില്ലാതെയാണ് ശോഭാ സുരേന്ദ്രൻ പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. RSS സംസ്ഥാന ഘടകത്തെയും BJP കേന്ദ്ര നേതൃത്വത്തെയുമാണ് സംസ്ഥാന ഘടകം ഈ നിലപാട് അറിയിച്ചത്. നിലവിൽ BJP വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധം ഉയർത്തുന്ന രീതി ശരിയല്ല. പാർട്ടിയിൽ സഹകരിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത്. KPCC വൈസ് പ്രസിഡന്റ് ശൂരനാട് രാജശേഖരനെതിരെ കൊല്ലത്ത് പ്രതിഷേധ പോസ്റ്ററുകൾ. കോൺഗ്രസ് പാർട്ടിയെ RSSനെ വിറ്റുതുലച്ച RSS റിക്രൂട്ട് ഏജന്റായ KPCC വൈസ് പ്രസിഡന്റ് ശൂരനാട് രാജശേഖരനെ പുറത്താക്കുക എന്നെഴുതിയ പോസ്റ്ററുകളാണ് കൊല്ലത്ത് പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കൊല്ലം DCC അധ്യക്ഷ ബിന്ദു കൃഷ്ണയ്ക്കെതിരെയും കൊല്ലത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഐ ഗ്രൂപ്പിലെ തർക്കമാണ് പോസ്റ്റർ പ്രതിഷേധത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ട പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ശനിയാഴ്ച കേരളത്തിലെത്തും. ഞായറാഴ്ച താരിഖ് അൻവർ കൂടി പങ്കെടുക്കുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരും. MLA മാർ, MP മാർ, DCC പ്രസിഡന്റുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഈ രാക്ഷസ കൊതുകുകൾ ഇതെപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കോൺഗ്രസിന്റെ നേതൃത്വത്തെ തീരുമാനിക്കുന്നത് ആ പാർട്ടിയാണെന്നും അത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി MP. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അസംബന്ധമാണ്. മുസ്ലിം ലീഗ് വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ കോൺഗ്രസിനെ അറിയാമെന്നും PK കുഞ്ഞാലിക്കുട്ടി. PNB തട്ടിപ്പ് കേസ് പ്രതി നീരവ് മോദിയുടെ സഹോദരനും അതേ കേസിൽ CBI അന്വേഷിക്കുന്നയാളുമായ നേഹൽ മോദിക്കെതിരെ ന്യൂയോർക്കിൽ വജ്രമോഷണ കേസ്. 7.36 കോടി രൂപ വിലമതിക്കുന്ന വജ്രം തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. കോവിഡ് വാക്സിന് ഉടൻ അനുമതി നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും 1ലധികം വാക്സിനുകൾ സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടെന്നും ഹർഷ് വർദ്ധൻ. നേപ്പാളിൽ വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധി. പാർലമെന്റ് പിരിച്ചുവിടാൻ നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ശുപാർശ ചെയ്തു. മുൻ പ്രീമിയർ പ്രസിഡന്റുമായി പാർട്ടിക്കുള്ളിൽ തുടരുന്ന അധികാര തർക്കം രൂക്ഷമായതോടെയാണ് പാർലമെന്റ് പിരിച്ചുവിടാൻ ശർമ്മ ഒലി രാഷ്ട്രപതി ബിദ്യാദേവി ഭണ്ഡാരിയോട് ശുപാർശ ചെയ്തത്.
പോലീസിൽ ഹോക്കി, ഷൂട്ടിംഗ്, വനിതാ ഫുട്ബോൾ ടീമുകൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്പോർട്സ് കോട്ടയിൽ നിന്നും നിയമനം ലഭിച്ച 57 ഹവിൽദാർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇറ്റാലിയൻ സീരി എയിൽ യുവൻസിന് വമ്പൻ വിജയം. എതിരില്ലാത്ത 4 ഗോളിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഘം പാർമയെ തോൽപ്പിച്ചത്. റൊണാൾഡോ ഇരട്ട ഗോൾ നേടി. ഈ ഗോളുകളുടെ സീരിയയിൽ ഒരു കലണ്ടർ വർഷത്തിൽ 33 ഗോളുകൾ നേടുന്ന 4ാമത്തെ മാത്രം താരമെന്ന നേട്ടത്തിലെത്തിയിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. സ്പാനിഷ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് മിന്നും ജയം. എൽഷയെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് അത്ലറ്റിക്കോ തോൽപ്പിച്ചത്. അത്ലറ്റിക്കോ മാഡ്രിഡിനായി ലൂയിസ് സുവാരസ് 2 ഗോളുകൾ നേടി. തിയാഗോ കോസ്റ്റയുടേതാണ് 3ാം ഗോൾ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.